പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കൂർക്ക വാങ്ങിച്ചതാണ്. അത് വെച്ചൊരു മെഴുക്കുപുരട്ടിയാണ് ഇന്നത്തെ വീഡിയോ. ചില നാട്ടിൽ മെഴുക്കുപുരട്ടി എന്ന് പറയും, ചില നാട്ടിൽ ഉപ്പേരി എന്നൊക്കെ പറയും. ഇവിടെ മെഴുക്കുപുരട്ടിയാണ് പറയുന്നത്. ഇത് നല്ലവണ്ണം ചിരണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് നല്ലവണ്ണം 5-6 തവണ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള മെഴുക്കുപുരട്ടിയാണ്. പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന മെഴുക്കുപുരട്ടിയാണ് കൂർക്ക എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞങ്ങളുടെ നാട്ടിൽ ഇത് കൂർക്ക എന്നാണ് അറിയപ്പെടുന്നത്. വേറെ പേരുണ്ടോ എന്നറിയില്ല. ഇത് ഞാനൊരു കഴുകിയതിന് ശേഷം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. വേവിക്കാൻ വെക്കാനാണ്. വലിപ്പം ഏത് രീതിയിൽ വേണേലും കട്ട് ചെയ്യാം, കുറച്ചുകൂടെ തിന്നാക്കാം. ഞാനിവിടെ കട്ട് ചെയ്തത് ഇങ്ങനെയാണ്. ചിരണ്ടാനൊക്കെ കുറച്ച് താമസമല്ലേ, അപ്പോൾ കട്ട് ചെയ്തപ്പോൾ കുറച്ച് വലിപ്പമായിപ്പോയി. അങ്ങനെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ്, പാകത്തിന് ലേശം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആ വെള്ളം ആവി വരുമ്പോൾ വെന്തോളും. പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ആവിയും അത്രയും വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ഈ കൂർക്ക റെഡി ആയിക്കൊള്ളും. കൂർക്ക വെന്തോന്ന് നോക്കാം. വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ആ നേരം കൊണ്ട് കുറച്ച് സവോള, 2 വറ്റൽമുളക്, 1 പച്ചമുളക് തുടങ്ങിയവ അരിഞ്ഞെടുക്കുന്നുണ്ട്. കൂർക്ക വെന്ത് വരുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. വെന്തോന്ന് നോക്കാം. അത് പറ്റി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കുഞ്ഞു ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ട്. ഇച്ചിരി അളവ് കുറവായിരുന്നു, അപ്പം ഞാൻ ഒരു കുഞ്ഞു ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ടുണ്ട്, ഒന്ന് മെഴുക്ക് പുരട്ടാൻ. ഇത് വെന്ത് പറ്റി വരും. ഇതിനെ ഉപ്പിപ്പറ്റിക്കുക എന്നാണ് പറയുന്നത്. ഉപ്പിപ്പറ്റിച്ചെടുക്കും. നല്ല വേവുള്ള പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഒന്ന് ഉപ്പിപ്പറ്റിച്ചെടുക്കും. പയറ് പാവയ്ക്കൊന്നും ചെയ്യില്ല. ഇങ്ങനെ വേവുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഉപ്പിപ്പറ്റിച്ചെടുക്കും. പച്ചമുളക് വേണേൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് വെന്ത് നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഞാനിനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് വേണമെങ്കിൽ പൊട്ടിക്കാം. ഞാനിവിടെ കടുക് ചേർക്കുന്നില്ല. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, വറ്റൽമുളക്, പച്ചമുളക് തുടങ്ങിയവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. വേണമെങ്കിൽ ലേശം ഉപ്പുകൂടി ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം കൂർക്കയ്ക്കകത്ത് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് മൂക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. വേറൊരു ഫ്ലേവർ കിട്ടും, അതിനുവേണ്ടി ഇട്ടതാണ്. ഇനി അതിലേക്ക് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെന്ത് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കണം. സവാള ഒരുപാട് മൂപ്പിക്കുന്നില്ല, കാരണം ഈ കൂർക്കയും ഇതെല്ലാം കൂടെ കിടന്നൊന്നുകൂടെ മൂത്തോളും. ഇനി ഇത് നന്നായി ഒന്ന് ഇട്ട് ഇളക്കി ചെറുതീയിൽ മൂപ്പിച്ചെടുക്കണം. വളരെ സ്വാദിഷ്ടമായ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കൂർക്ക മെഴുക്ക് പുരട്ടി. ഇത് ഒരു ഉണക്കമീൻ വറുത്തതും ഇച്ചിരി മോരും കൂടെ ഉണ്ടെങ്കിൽ ചോറ് നിറച്ച് കഴിക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് കുറച്ച്
ഒരുപാട് മൂക്കണ്ടവർക്ക് കുറച്ച് നേരം കൂടെ മൂപ്പിച്ചെടുക്കാം. ഞാനിപ്പം ഞങ്ങളുടെ വീടിൻ്റെ പരുവത്തിനനുസരിച്ച് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇവിടെ നിർത്തുകയാണ്. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം.